നമസ്കാരം. വാർഡ് ഇലക്ഷന് മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ പരാജയപ്പെട്ടാലും 5 വർഷത്തിൽ 20 തവണ നേരിൽ കാണുമെന്ന് വാഗ്ദാനം നൽകിയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. വാർഡിലെ കഥകൾ പറയാതെ വീട്ടിൽ നിന്ന് എന്തിനാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതെന്ന് ആൾക്കാർ ചോദിച്ചു തുടങ്ങി. പക്ഷേ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ലിഥിയൻ ട്രയാങ്കിൾ, ചിലി, ബൊളീവിയ, അർജന്റീന എന്നീ 3 രാജ്യങ്ങളുടെ നടുവിൽ ഉള്ള ഒരു സ്ഥലമാണ്. ലോകം ഇലക്ട്രിക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ലിഥിയത്തിൻ്റെ പ്രസക്തി ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. സൗത്ത് അമേരിക്കയിൽ ശ്രദ്ധാകേന്ദ്രമാകുകയാണ്. ഇത്രയും കാലം ഓയിൽ ആൻഡ് ഗ്യാസ് ആയിരുന്നു മിഡിൽ ഈസ്റ്റിലെ എല്ലാ രക്തച്ചൊരിച്ചിലുകളും ഉണ്ടായത് സമ്പന്നൻ്റെ കൊതി കൊണ്ടാണ് എന്ന് നമ്മൾ കണ്ടെത്തുന്നു. ഇനി അത് സൗത്ത് അമേരിക്കയാവുകയാണ്. നമ്മൾ കരുതി മിഡിൽ ഈസ്റ്റ് മതത്തിൻ്റെ അതിപ്രസരം കൊണ്ട് ഇല്ലാതായതാണ്. ഗാസ സ്ട്രിപ്പിൽ എടുത്ത 60,000 ജീവനുകളും അത് കാരണമുണ്ടായതാണെന്ന് പറയുമ്പോഴാണ് അതിൻ്റെ അത്ഭുതം. ആ സ്ഥലത്താണ്, മതമില്ലാത്ത ഒരു ലോകം കാണുന്ന ആ സ്ഥലത്താണ് ഒരു മതരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ നമ്മൾ വെമ്പൽ കൊള്ളുന്നത്. നമുക്ക് സിസ്റ്റം അനക്കണം. എങ്ങനെ പറ്റും? കേരളത്തിൽ 44 ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്. അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആവശ്യം എന്താണ്? കൃഷിയില്ല, മുഴുവനും വാങ്ങിച്ചുപയോഗിക്കുന്നു. എത്ര രൂപ ചിലവാക്കുന്നുവോ ആ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് ചോദിച്ചപ്പോൾ അവരുടെ കയ്യിൽ കൺസോൾട്ടേറ്റഡ് ആയിട്ട് ഡേറ്റയില്ല. എല്ലാ സ്ഥാപനങ്ങൾക്കും അയക്കുകയാണ്. 180-ൽ പരം സ്ഥാപനങ്ങളുണ്ട്. ഓരോ സ്ഥാപനങ്ങളിൽ നിന്ന് എനിക്ക് ലെറ്റർ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേയൊക്കെ ഇനിയും കിട്ടാനുണ്ട്. നമുക്ക് വീട്ടിലിരുന്ന് സിസ്റ്റം അനക്കാൻ പറ്റും. ചോദിച്ച് തീരുന്ന മുറയ്ക്ക് ആവശ്യപ്പെടണം ഈ ഡിപ്പാർട്ട്മെൻറ്റ് പിരിച്ചുവിടാൻ. അല്ലാതെ നമ്മൾ റോഡിലിറങ്ങി വഴിതടഞ്ഞ് സമരം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പ്രവർത്തിക്കാൻ ഈ വീഡിയോ ചെയ്യൽ പോലും ധാരാളം. താങ്ക് യു.